മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല നമ്മുടെ കൂടെയും കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ്. അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്. അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. മുൻമാതൃകയില്ലാതെ, മെറ്റീരിയലുകളില്ലാതെ അവന്റെ ഇഷ്ടത്തിന് സൃഷ്ടിച്ചതാണ് സൃഷ്ടികൾ. അല്ലാഹു തആല മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിലേക്ക് ആരിലേക്കും ആവശ്യക്കാരനായിട്ടില്ല. അവൻ ഒറ്റക്കാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. മണ്ണിലേക്കോ വെള്ളത്തിലേക്കോ പ്രകാശത്തിലേക്കോ ഒന്നും അല്ലാഹു ആവശ്യക്കാരനല്ല. ആകാശത്തിനെ അവൻ ഒറ്റക്കുണ്ടാക്കിയതാണ്, മുൻ മാതൃകയില്ലാതെ. അതിലെ സൂര്യൻ, അതിനെ അവൻ ഒറ്റക്കുണ്ടാക്കിയതാണ്, മുൻ മാതൃകയില്ലാതെ. അതിൻ്റെ പ്രകാശം, അതിൻ്റെ ഭ്രമണമണ്ഡലങ്ങൾ, അതിൻ്റെ സഞ്ചാരപഥങ്ങൾ, അതെല്ലാം അവൻ ഒറ്റക്ക് നിർണയിച്ചതാണ്. നിർണയിക്കുന്നതിൽ അവൻ ആരും പങ്കാളിയായിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രൻ അവൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ ഉദയം, അതിൻ്റെ അസ്തമനം, അതിൻ്റെ സഞ്ചാരം, അതെല്ലാം അവൻ സ്വന്തമായി നിർണയിച്ചതാണ്. അവൻ ആരും വഴി കാണിക്കുകയോ സഹായിക്കുകയോ ആരും ഉണ്ടായിരുന്നില്ല. ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങൾ, അതിൻ്റെ പ്രകാശം, അതിൻ്റെ സ്ഥാനങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ അന്ന് ഒറ്റയ്ക്ക് നിയന്ത്രിക്കുകയാണ്. നക്ഷത്ര ഗാലക്സി കൂട്ടങ്ങളുണ്ട്. അവകളുടെ എല്ലാം സൃഷ്ടാവ് അവനാണ്. സൃഷ്ടിപ്പിൽ അവൻ ആരിലേക്കും ആവശ്യക്കാരനായിരുന്നില്ല. എപ്രകാരം അവൻ ഒറ്റയ്ക്ക് സൃഷ്ടിച്ചോ അപ്രകാരം തന്നെ അവൻ ഒറ്റയ്ക്ക് അതിനെ സംരക്ഷിക്കുകയും അവനെ പരിപാലിക്കുകയും അതിനെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഭൂമി അല്ലാഹുവിൻ്റെതാണ്. അവൻ ഒറ്റക്കാണ് സൃഷ്ടിച്ചത്. അതിലെ സസ്യങ്ങൾ അതിന് മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചതാണ്. അതിൻ്റെ ഓരോ ഇലകൾ അതിനെ ഡിസൈൻ ചെയ്തവൻ, അതിനെ നിർമ്മിച്ചവൻ, അതിന് കളർ നൽകിയവൻ എല്ലാം അല്ലാഹു ഒറ്റക്കാണ്. അല്ലാഹു ആരിലേക്കും ആവശ്യക്കാരനല്ല. സമുദ്രം, അതിൻ്റെ തിരമാലകൾ, അതിൻ്റെ വെള്ളങ്ങൾ, അതിൻ്റെ ആഴിയിലെ മത്സ്യങ്ങൾ, പിന്നെ അങ്ങോട്ടേക്കുള്ള ആഴികളിൽ എന്തെല്ലാം മനുഷ്യൻ ഇതുവരെ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അല്ലാഹു ഒറ്റക്കുണ്ടാക്കിയതാണ്. അവൻ ആരിലേക്കും ആവശ്യക്കാരനായിരുന്നില്ല. ഒരു മെറ്റീരിയലിലേക്ക് പോലും അല്ലാഹു ആവശ്യക്കാരനല്ല. ഇതേപോലെ ഓരോ സൃഷ്ടികളും, സമുദ്രത്തിലെ മത്സ്യങ്ങളും, വനാന്തരങ്ങളിലെ വന്യജീവികളും, ആകാശത്തിലെ പറവകളും എല്ലാം അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. അതിനെ ചലിപ്പിക്കുന്നവനും അതിനെ സംരക്ഷിക്കുന്നതും അവനെ വളർത്തുന്നതും എല്ലാം ഏകനായ, പരിപാലകനായ, സംരക്ഷകനായ, ഒറ്റയായ, വഹ്ദഹു ലാ ശരീക ലഹു, പങ്കുകാരനില്ലാത്ത ഏകനായ ഒരേ ഒരു അല്ലാഹുവാണ്. അവൻ ഇതിന്റെ പേരിലൊന്നും തളർന്നിട്ടില്ല. അവന് ക്ഷീണം ബാധിച്ചിട്ടില്ല. അവൻ ഒരു നിലയിൽ പിന്നോട്ട് പോയിട്ടുമില്ല. വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം. അവൻ അലിയാണ്, അവൻ അദീമുമാണ്. എല്ലാത്തിനെയും അവൻ മാത്രം ഉണ്ടാക്കിയതാണ്. ഇവകളെ പരിപാലിക്കുന്നവൻ അവനാണ്. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവലം യറൗ ഇല ത്വയ്ർ, നിങ്ങൾ പക്ഷിയിലേക്ക് നോക്കുന്നില്ലേ? അവലം യറൗ, അവർ കാണുന്നില്ലേ? ഇല ത്വയ്രി, പക്ഷിയിലെ. അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും, അവർക്ക് മീതെയായി പക്ഷികൾ പറക്കുന്നവർ കാണുന്നില്ലേ? സാഫാത്തിൻ വയഖ്ബിദ്ന, ചിറകുകളെ വിടർത്തിയിട്ടും ചിറകുകളെ കൂട്ടിപ്പിടിച്ചും ആകാശത്ത് വായുവിൽ പക്ഷികൾ നിൽക്കുന്നത് അവർ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അല്ലാതെ ഒരാളും അതിനെ പിടിച്ചു നിർത്തുന്നവനായിട്ടില്ല. അല്ലാഹു അല്ലാതെ വേറൊരാളും അതിനെ പിടിച്ചു നിർത്തുന്നില്ല. ഖുർആൻ അല്ലാഹു പറയാൻ, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാൻ മാത്രമാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. വേറൊരാൾക്കും അതിലൊരു കഴിവില്ല. അതിന് തൂവലുകൾ നൽകിയവൻ, അതിന് പിടിച്ചു നിൽക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയവൻ അല്ലാഹു ഒറ്റയ്ക്ക് ഡിസൈൻ ചെയ്തതാണ്. എത്ര വർണ്ണങ്ങളിലുള്ള വിവിധ വർണ്ണങ്ങളായ പക്ഷികളാണ്. നല്ല രസകരമായ, കാണാൻ വളരെ മുഞ്ചുള്ള നല്ല നല്ല പക്ഷികൾ, അതിന് നല്ല നല്ല കളറുകൾ, ഇതെല്ലാം ഡിസൈൻ ചെയ്തവൻ ഏകനായ ഒരു അല്ലാഹു മാത്രമാണ്. ഏകനായ ഒരുവനായ അല്ലാഹുവാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ഒറ്റയ്ക്ക് സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ സംരക്ഷിക്കുകയും
ഇനി അവസാനം അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നവൻ അവൻ മാത്രമാണ്. ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. സ്വന്തമായി നമ്മൾ ജീവിക്കല്ല, നമ്മൾ സ്വന്തമായി മരിക്കുകയുമല്ല. നമ്മൾ സ്വന്തമായി ജീവിക്കാൻ നമ്മൾ വിചാരിക്കാൻ, ഞാൻ ഭക്ഷണം കഴിച്ച്, ഞാൻ എക്സസൈസ് ചെയ്ത്, ഞാൻ എൻ്റെ ആരോഗ്യനില സംരക്ഷിച്ച്, ഭക്ഷണത്തിലും ബാക്കിയുള്ളതിലെല്ലാം ഞാൻ വളരെ ക്രമീകരണം പാലിച്ച് ഞാൻ എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യക്കാരൻ നിങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. ഈ ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവനും അവനാണ്. സ്വന്തമായി ജീവിക്കുന്നുമില്ല, സ്വന്തമായി മരിക്കുന്നുമില്ല. എപ്രകാരം സ്വന്തമായി ജീവിക്കുന്നില്ലയോ, എപ്രകാരം സ്വന്തമായി മരിക്കുന്നില്ലയോ, അതിനിടയിലുള്ള കാലയളവ് നമ്മൾ ആരുടെയും കയ്യിലല്ല. അത് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. അവനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. അവൻ ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ പ്രവർത്തിക്കും. അവനെ തിരുത്താനോ അവനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവനെ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അവനെ ആംഗ്യം കാണിക്കാനോ അവനെ സഹായിക്കാനോ ആരെ കൊണ്ട് സാധിക്കില്ല. അവനെ സഹായിക്കാനോ അവനെ നിയന്ത്രിക്കാനോ ആരെ കൊണ്ട് സാധിക്കുകയില്ല. അവൻ ഒറ്റക്കാണ്. അവന് ആരും സഹായിയായിട്ടില്ല. ഇതൊന്നും അല്ലാഹ്ക്കില്ല. സഹായിയായിട്ടോ ആംഗ്യം കാണിക്കാനോ മേൽനോട്ടക്കാരനായിട്ടോ ഒരാളുമില്ല. എല്ലാം അവൻ മാത്രമാണ്. അവന്റെ നിയന്ത്രണമാണ്. അവനാണ് ഒറ്റയ്ക്ക് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഈ ഏകനായ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്. ഇവിടെ വേറൊന്നും മനുഷ്യന് നേടാനില്ല. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ആകാശങ്ങൾ വിട്ടുകടന്നാലും ശരി, നക്ഷത്ര ഗാലക്സികളിൽ പോയി സഞ്ചരിച്ചാലും ശരി, അല്ലെങ്കിൽ അവനെ പിടിച്ചാൽ കിട്ടാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ അവൻ എത്തിയാലും ശരി, അവൻ ഒന്നും നേടാനില്ല. ഭൂമിയിൽ നേടേണ്ടത് ഇവകളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ഏകനായ അല്ലാഹുവിനെ അറിയലും അവനെ മനസ്സിലാക്കലും അവനെ വഴിപ്പെടലുമാണ്. ഒരു മനസ്സിലാക്കലും അറിയലും മാത്രം പോരാ, അവനെ വഴിപ്പെടുകയും കൂടി വേണം. ഇതാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിനെ വഴിപ്പെടി, അവനെ അനുസരിക്കി, അവന് കീഴൊതുങ്ങി, അവന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകി, അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിതങ്ങളെ ചെലവാക്കി, നിങ്ങൾക്ക് നൽകിയ സമ്പത്തും കഴിവും യോഗ്യതകളും അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെലവാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ വിജയിയുടെ ലക്ഷണം. അതല്ലാത്ത ബാക്കി എല്ലാ മനുഷ്യരും അവർ അവരുടെ മേഖലകളിൽ തീർച്ചയായും പരാജിതരാണ്. നാളെ മരണത്തിന് ശേഷമുള്ള അനന്തമായ ജീവിതത്തിലും അവർ പരാജിതരായിരിക്കും. ഭൂമിയിലെ താൽക്കാലികമായ കുറഞ്ഞ കാല ജീവിതം തന്റെ റബ്ബായ ഖാലിഖായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഏത് മനുഷ്യൻ അധ്വാനിക്കുന്നില്ലയോ അവൻ വലിയ നഷ്ടപാടിയാണ്, അവൻ വലിയ പരാജിതനാണ്. അവൻ ആരായിക്കൊള്ളട്ടെ, അവൻ ഏതെല്ലാം ഉന്നതികളിൽ എത്തിയവനാവട്ടെ, അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അവനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ പരാജിതനാണ്, ഏറ്റവും വലിയ നഷ്ടപാടിയാണ് അവൻ. അതുകൊണ്ട് അല്ലാഹുവിനെ സ്വന്തമാക്കാനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. അതാണ് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തൽ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിനെ മനസ്സിലാക്കി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മനസ്സിലാക്കി. ആരാണ് അല്ലാഹു? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നൊരു വാക്കിനെ, ഒരു മൊഴി അർത്ഥം പഠിച്ച് ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോട് നിങ്ങളോടും ആവശ്യപ്പെടുന്നത്? അബൂജഹലിന് പറയാമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അബൂതാലിബിന് പറയാമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് അബൂജഹലും അബൂലഹബും ഉത്ബയും ഷൈബയും അതുപോലെ അബൂതാലിബും ഇവരൊക്കെ വിമുഖത കാണിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ആന്തരികമായ അർത്ഥമുണ്ട്. മുഴുവൻ സൃഷ്ടികളും അല്ലാഹു അല്ലാത്തതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അല്ലാഹു മാത്രമേ ഖാലിഖുള്ളൂ. ബാക്കി മുഴുവനും ഏറ്റവും വലിയ സൃഷ്ടി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഏറ്റവും മനുഷ്യന്റെ വിഭജിക്കാൻ പറ്റാത്ത ആറ്റങ്ങൾ അല്ലെങ്കിൽ കണങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായി എന്തെല്ലാം ഉണ്ടോ അതുവരെയും അതിന്റെ താഴെയും മുഴുവൻ അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് സ്വന്തമായി മനുഷ്യന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല. സൃഷ്ടികൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, സൃഷ്ടാവായ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അനുമതി കൂടാതെ. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അവൻ മാത്രമാണ്.
അവനെ മനസ്സിലാക്കി, അവനെ ഉൾക്കൊള്ളി. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കാര്യങ്ങൾ നടത്തുന്നു എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ. ഭാര്യ മക്കളെ പരിപാലിക്കുന്നത് ഞാനാണ്. എന്റെ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ഞാനാണ്. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇവകളിൽ മനുഷ്യന് എത്രത്തോളം സ്വാധീനമുണ്ട്. ഒരു മകൻ, ഒരാൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ അതിൽ ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ഇടപെടാൻ സാധിക്കും. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കൂല. ഒരു കുഞ്ഞിന് 2 കണ്ണുമില്ലാതെ ഭൂമിയിലേക്ക് വന്നാൽ ആരാണ് ആ കുഞ്ഞിന് കണ്ണു കൊടുക്കാൻ കഴിവുള്ളവൻ? ആരെങ്കിലും ആ മാതാപിതാക്കളെ വഴക്ക് പറയാറുണ്ടോ? ആരെങ്കിലും ചീത്ത പറയാറുണ്ടോ? നീ എന്താളാണ്, അത് ശ്രദ്ധിക്കട്ടെ. കണ്ണൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ നോക്കട്ടെ, നോക്കിട്ട് വാങ്ങണ്ടേ. ഒരു കാല് ചെറുതായി പോയി, ഒന്ന് വലുതായി പോയി, ആരാണ് ചീത്ത പറയുന്നത്? നീ എന്താ കാലിന്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കാതിരുന്നത്? സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ആർക്കും ഒന്നും പറയാനില്ല. കാരണം ഇതൊന്നും നമ്മളാരും കയ്യിലല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും നടത്തുന്നവൻ അല്ലാഹുവാണ്. നമുക്ക് തോന്നും നമ്മളാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇത് തന്നെയാണ് അല്ലാഹുവിന്റെ ഭൂമിയിലെ പരീക്ഷണം. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി അയച്ചതാണെന്ന് ഖുർആൻ പറയുന്നത് ഇത് തന്നെയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നത് ആരാണെന്ന്. അവിടെ ഓരോ മനുഷ്യനെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത്, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെടുന്ന സമയം തങ്ങളുടെ വീട്ടിലാണുള്ളത്. വീട് വളഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് വാരി, എന്നിട്ട് അതിലൂടെ ജനങ്ങളെ എറിഞ്ഞു, ശത്രുക്കൾക്ക് നേരെ എറിഞ്ഞു. മുഴുവൻ ആളുകളുടെയും കണ്ണുകളിലെത്തിയത്. അവർ കണ്ണുകൾ തിരുമുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് പോയി. അബൂബക്കറിന്റെ വീട്ടിലെത്തി. അവിടുന്ന് ഹിജ്റ പുറപ്പെട്ടു. ഈ സംഭവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ സംഭവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ, വമാ റമൈത, തങ്ങൾ എറിഞ്ഞിട്ടില്ല. വമാ റമൈത, നബിയെ, തങ്ങൾ എറിഞ്ഞിട്ടില്ല. ഇദ് റമൈത, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ, തങ്ങൾ എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമാ, പക്ഷേ എറിഞ്ഞവൻ അല്ലാഹുവാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ, തങ്ങൾ എറിഞ്ഞിട്ടില്ല. ഇദ് റമൈത, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ. പിന്നെ ആരാണ് എറിഞ്ഞത്? വലാകിന്നല്ലാഹ റമാ. നബിയെ, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ എറിഞ്ഞിട്ടില്ല, പക്ഷേ എറിഞ്ഞവൻ അല്ലാഹുവാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? നബിയെ, തങ്ങൾ ധരിക്കണ്ട, ഞാൻ എറിഞ്ഞതിന്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് തങ്ങൾ വിചാരിക്കണ്ട. തങ്ങൾ ഇങ്ങനെ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് എറിഞ്ഞത്. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സംസാരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എന്നോടും നിങ്ങളോടും പറയാൻ. ജീവിതത്തിന്റെ പല രംഗങ്ങളിലും നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളാണ് ചെയ്തതെന്ന് നിങ്ങൾ ധരിക്കണ്ട. അത് ചെയ്തവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവാണ്. ഞാൻ അധ്വാനിച്ചു, കട തുറന്നു, സമ്പാദിച്ചു, എന്റെ ഭാര്യ മക്കൾക്ക് തിന്നാൻ കൊടുത്ത സന്ദർഭത്തിൽ നീ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തത് ആരാണ്? വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹുവാണ് അതെല്ലാം ചെയ്തത്. ഇങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം അപകടത്തിലാണ്. വസ്തുക്കളെ നിഷേധിക്കാൻ പാടില്ല. എന്തിനാ കച്ചവടം, എന്തിനാ ഉദ്യോഗം, എന്തിനാ കൃഷി, ഞാൻ ഈ പണിക്കോണ്ട ആവശ്യമില്ല, എങ്ങനെയാണെങ്കിൽ നിഷേധിക്കാൻ പാടില്ല. അസ്ബാബുകളെ നിഷേധിക്കാൻ പാടില്ല. അസ്ബാബുകളെ നിഷേധിക്കാൻ പാടില്ല. നിഷേധിക്കൽ ജഹാലത്താണ്, വിവരമില്ലായ്മയാണ്, മണ്ടത്തരമാണ്. അസ്ബാബുകളെ നിഷേധിക്കാൻ പാടില്ല. അസ്ബാബുകളെ, വസ്തുക്കളെ ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നവൻ ആരാണ്? കാര്യങ്ങൾ നടത്തുന്ന ആരാണ്? അല്ലാഹുവാണെന്ന് ഹൃദയത്തിൽ അംഗീകാരം കൊടുക്കുകയും വേണം. ഹൃദയം അതിനെ അംഗീകരിക്കണം. ഞാൻ നടത്തിയതല്ല, അല്ലാഹു നടത്തിയതാണ്. വമാ റമൈത വമാ റമൈത, നബിയെ, തങ്ങൾ എറിഞ്ഞിട്ടില്ല. ഇദ് റമൈത, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ റമാ, പക്ഷേ എറിഞ്ഞവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളെ നിഷേധിക്കുകയും അല്ലാഹുവിൽ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഉന്നതമായ വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ ഉടമകൾക്ക് മാത്രമേ നാളെ സ്വർഗ്ഗലോകം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വസ്തുക്കളെ ഉപയോഗിച്ച് ഞാൻ നടത്തിയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വ്യക്തമായി പറയാൻ, നബിയെ, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ തങ്ങൾ എറിഞ്ഞിട്ടില്ല. വലാകിന്നല്ലാഹ
അള്ളാഹുവാണ് അറിഞ്ഞത്. ഇത് നമുക്ക് ബോധ്യപ്പെടണം. അള്ളാഹുവാണ് നടത്തുന്നവൻ. കച്ചവടം ചെയ്യുന്നത് എന്തിനാണ്? കൃഷി ചെയ്യുന്നത് എന്തിനാണ്? ഉദ്യോഗം ചെയ്യുന്നത് എന്തിനാണ്? ഇത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഉപജീവനം ഈ വസ്തുക്കളുമായി ബന്ധപ്പെട്ടതല്ല. കച്ചവടവുമായി റിസ്കിന് ബന്ധമില്ല, കൃഷിയുമായി റിസ്കിന് ബന്ധമില്ല, ഉദ്യോഗവുമായി റിസ്കിന് ബന്ധമില്ല. റിസ്ക് അത് അള്ളാഹുവിന്റെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ്, തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. മുഅ്മിന്റെ ഉപജീവനത്തിന്റെ മാർഗം തഖ്വയാണ്. ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും കാണാം റിസ്കിനെ തഖ്വയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. തഖ്വയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് റിസ്കിനെ. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. റിസ്കിനെ തഖ്വയുമായി അല്ലാഹു കണക്ട് ചെയ്തിരിക്കാൻ. ومن يتق الله, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ يجعل له مخرجا, അവന്റെ പ്രതിസന്ധികളിൽ നിന്ന് അവനൊരു എക്സിറ്റ്, അവനൊരു പുറപ്പെടാനുള്ള വഴി ഉണ്ടാകും. ويرزقه من حيث لا يحتسب, അവൻ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അവന് ഉപജീവനം നൽകപ്പെടും. ഒരു സ്ഥലത്തൊന്നല്ല, ഒരുപാട് സ്ഥലത്ത് റിസ്കിനെ തഖ്വയുമായി ബന്ധിപ്പിച്ച അല്ലാഹു തആല. പിന്നെ കച്ചവടമോ കൃഷിയോ ഉദ്യോഗമോ കൂലിപ്പണിയോ ഇതൊക്കെ എന്താണ്? ഇത് അവന്റെ തഖ്വയ്ക്കുള്ള പരീക്ഷണത്തിന്റെ ആലത്തുകളാണ്, ഉപകരണങ്ങളാണ്. ഒരു തഖ്വണ്ടോ ഇല്ലേ നോക്കേണ്ട സാധനമാണ് കച്ചവടം. അവന് തഖ്വണ്ടോ ഇല്ലേ നോക്കാനുള്ളതാണ് അവന് ഉദ്യോഗം. അവന് തഖ്വണ്ടോ ഇല്ലേ നോക്കാനാണ് അവന് കൃഷി. അവന് തഖ്വണ്ടോ ഇല്ലേ നോക്കാനാണ് അവന് കൂലിപ്പണി. അവന് തഖ്വണ്ടോ ഇല്ലേ നോക്കാനാണ് അവന് ഗവൺമെന്റ് ജോലി. എന്തെല്ലാം പണികളുണ്ടോ അതൊക്കെ അവന്റെ തഖ്വയെ സ്ഥിരപ്പെടുത്താനുള്ളതാണ്. ഞാൻ മുത്തഖിയാണെന്ന് തെളിയിക്കാനുള്ള വസ്തുക്കളാണ് ഇവകളെല്ലാം. റിസ്ക് തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്. റിസ്കും ഭൗതികമായ വസ്തുക്കളുമായി റിസ്കിനെ അല്ലാഹു ബന്ധിപ്പിച്ചിട്ടേ ഇല്ല. ഭൗതികമായ വസ്തുക്കളുമായി റിസ്കിനെ അല്ലാഹു ബന്ധിപ്പിച്ചിട്ടില്ല. വഫിസ്സമായി റിസ്കുക്കും, വഫിസ്സമായി റിസ്കുക്കും, നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണ്. സ്നേഹിതന്മാരെ, ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ജീവിതം മുഴുവനും വസ്തുക്കളിലാണ് എന്റെ റിസ്ക് എന്ന് വിചാരിച്ചവർക്ക് ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒരാൾ പറയുന്നതിന്റെ പേരിൽ അവരുടെ വിശ്വാസത്തിന് വ്യതിയാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ വ്യതിയാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബുൽ ആലമീന്റെ മുമ്പിൽ എത്തുമ്പോൾ ഈ വിചാരിച്ചതൊന്നും ഉണ്ടാവില്ല. ഞാൻ പണിയെടുത്തു, എന്റെ മക്കളെ നോക്കി എന്ന വിശ്വാസത്തിലൂടെയാണ് മരിക്കുന്നതെങ്കിൽ ഉടമസ്ഥനായ അല്ലാഹു മുമ്പിൽ എത്തുമ്പോൾ മനസ്സിലാവും നമുക്ക്, നീയാണ് എന്റെ ഭാര്യനെ കുട്ടികളെ നോക്കിയെന്ന് ചോദിച്ചാൽ ആര് പറയും? അല്ലാഹു അർവാഹിൽ വന്നിട്ട് റൂഹുകളുടെ ലോകത്ത് വന്ന് അല്ലാഹു ചോദിച്ചില്ലേ, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബെന്ന്? ഖാലൂ ബലാ, എല്ലാ റൂഹുകളും പറഞ്ഞു അതെ. അല്ലാഹു തആല അവിടെ വിട്ടു. എന്നിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അല്ലാഹു സംവിധാനം ചെയ്തു. ഭൂമിയിൽ വന്നിട്ട് വസ്തുക്കളെ മനുഷ്യന്റെ കയ്യിൽ തരികയും വസ്തുക്കളിലൂടെ അല്ലാഹു കാര്യങ്ങൾ നടത്തി തരികയും ചെയ്തപ്പോൾ അറിയാതെ ചിന്തിച്ചു പോയി, അല്ലാഹുവാണ് നടത്തുന്നതിന് പകരം വസ്തുക്കളുടെ വർധനവും വസ്തുക്കളിലൂടെയും എന്റെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിശ്വസിക്കാം. എന്റെ നിങ്ങളുടെ റബ്ബ് കച്ചവടം, എന്റെ നിങ്ങളുടെ റബ്ബ് ഉദ്യോഗം, എന്റെ നിങ്ങളുടെ റബ്ബ് കൃഷി ഇല്ല സഹോദര, ഇല്ല. കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹുവാണ്. റിസ്കിന്റെ ബന്ധം തഖ്വയുമായിട്ടാണ്. അത് റിസ്ക് ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. വഫിസ്സമായി റിസ്കുക്കും, നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണുള്ളത്, നിങ്ങളുടെ ഉപജീവനം ആകാശത്തിലാണുള്ളത്. വഫിസ്സമായി റിസ്കുക്കും വമാ തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ആകാശത്തിലാണുള്ളത്. ഫറബ്ബിസ്സമായി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ, റിസ്ക് ആകാശത്തിലാണ് എന്ന കാര്യം ഹക്കാണ്. മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്ന പ്രകാരം സത്യമാണോ അതുപോലെ നിങ്ങളുടെ റിസ്കും ആകാശത്തിലാണ് എന്ന കാര്യം സത്യമാണെന്ന് ഖുർആൻ അല്ലാഹു പറയാൻ. റിസ്ക് ആകാശത്തിലാണുള്ളത്. ആകാശത്തിന്റെ ഉടമയെ സ്വന്തമാക്കലാണ് റിസ്ക് എളുപ്പമാവാനുള്ള വഴി എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. സഹാബി മരിക്കാൻ സമയത്ത് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ എന്റെ മക്കളാണ്, നിങ്ങളോട് എനിക്കുള്ള കടമ, നിങ്ങൾ തഖ്വ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഭയവുമില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ കാര്യം നിങ്ങളുടെ റബ്ബ് ഏറ്റിട്ടുണ്ട്. നിങ്ങളുടെ റിസ്ക് തഖ്വയിലൂടെ തരാമെന്ന് അല്ലാഹു ഏറ്റതാണ്. അഥവാ നിങ്ങൾ മുത്തഖീങ്ങളല്ലെങ്കിൽ, നിങ്ങൾ തഖ്വയുള്ളവരല്ലെങ്കിൽ പിന്നെ ഞാനും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്റെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ഭയവുമില്ല എന്ന് സഹാബി വരെ അവരുടെ മക്കളോട് പറഞ്ഞ സംഭവം നമുക്ക് ഓർക്കാം. തഖ്വയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. അല്ലാഹുവിന്റെ അചഞ്ചലമായ രൂഢമൂലമായ വിശ്വാസമാണ് എന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ. ഏകനായ താക്കത്തുള്ളവരും അല്ലാഹു മാത്രമാണ്. അല്ലാഹുവാണ് നടത്തുന്നവൻ. അവനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. ആകാശത്തെ റിസ്കുമായി ബന്ധിപ്പിച്ചവൻ അവനാണ്.
അവനാണ് ആകാശത്തിൽ നിന്ന് റിസ്കുകളെ ഇറക്കി തരുന്നവൻ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ആകാശത്തിൽ നിന്ന് കാര്യങ്ങളെ ക്രമീകരിച്ച് പിന്നെ അതിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ഈ അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. അല്ലാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്, സഹായിക്കുന്നവൻ അല്ലാഹുവാണ്, പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് കാര്യങ്ങളെ ബാഹ്യാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ യഥാർത്ഥത്തിൽ ചെയ്യുന്നവൻ അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ ചെയ്യുന്നവൻ അല്ലാഹുവാണ്. വസ്തുക്കളിലൂടെ കാര്യങ്ങൾ നടക്കുന്നതായി കാണിച്ചു തരിക അല്ലാഹു, എന്നിട്ട് അതിനെ നിഷേധിച്ച് അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർ ആരാണ്? ഇതാണ് ഭൂമിയിലെ പരീക്ഷണം. ഇതാണ് ഭൂമിയിലെ പരീക്ഷണം. അല്ലെങ്കിൽ മുമ്മിനും മുമ്മിനല്ലാത്തവരും എന്താണ് വ്യത്യാസമുള്ളത്? മുസ്ലിം സഹോദരൻ അവനും കച്ചവടം ചെയ്യുന്നുണ്ട്, അവൻ സമ്പാദിക്കുന്നുണ്ട്, അവൻ അവന്റെ ഭാര്യയെ കുട്ടികളെ നോക്കുന്നുണ്ട്. ക്രിസ്തീയ സഹോദരൻ അവൻ സമ്പാദിക്കുന്നുണ്ട്, അവൻ അവന്റെ ഭാര്യയെ കുട്ടികളെ നോക്കുന്നുണ്ട്. മുസ്ലിം സഹോദരനും കച്ചവടം ചെയ്യുന്നുണ്ട്, അവന്റെ ഭാര്യയും മക്കളെയും അവൻ നോക്കുന്നുണ്ട്. എന്താണ് വ്യത്യാസമുള്ളത്? വ്യത്യാസം ഇതാണ്. മുഅ്മിന് കച്ചവടം പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം? അവന്റെ തഖ്വ എത്രത്തോളം യാഥാർത്ഥ്യമാണ്. അത് നന്നാക്കാനാണ് മുഅ്മിന്റെ പണി. കച്ചവടം സത്യസന്ധമാക്കണം. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നാളെ നബിമാരുടെ കൂട്ടത്തിലാണ്, സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലാണെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സത്യസന്ധതയും വിശ്വസ്തതയുള്ള കച്ചവടക്കാരനാണ്. ഇത് അവന്റെ കച്ചവടത്തിലുണ്ടോ എന്ന് നോക്കുക. ഉദ്യോഗസ്ഥൻ അവൻ സത്യസന്ധനാണോ, അവൻ വിശ്വസ്തനാണോ, അവൻ ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരു ഭരണകൂടം ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലാക്കാക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളെ പ്രജകളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കലാണ് ഉദ്യോഗം. ഉദ്യോഗസ്ഥന്റെ പരീക്ഷണം അതാണ്. തനിക്ക് കിട്ടിയ പവറ്, തനിക്ക് കിട്ടിയ അധികാരത്തെ ജനങ്ങളുമായി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ഉടമസ്ഥനായ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കർഷകനെയും ഇങ്ങനെ കൂലിപ്പണിക്കാരനെയും ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം മനുഷ്യൻ അവന്റെ ഉപജീവനത്തിന്റെ മാർഗങ്ങളായി ബാഹ്യാർത്ഥത്തിൽ കാണുന്നുണ്ടോ അതെല്ലാം അവന്റെ പരീക്ഷണത്തിനുള്ളതാണ്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. അവന്റെ തഖ്വ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമാണ് അത് നോക്കുന്നത്. തഖ്വക്കുള്ള പരീക്ഷണമാണ് മനുഷ്യന്റെ ജോലികൾ. റിസ്ക് തഖ്വയുമായി ബന്ധപ്പെട്ടതാണ്, ആകാശവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹു മാത്രമാണ്. സഹായിക്കേണ്ടവൻ അല്ലാഹുവാണ്. പ്രശ്നങ്ങളിൽ ഉയരുന്നവർ, പ്രശ്നങ്ങളിൽ കുടുങ്ങിയവർ, നമ്മൾ വിചാരിക്കുക നമ്മളെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടാൽ നമ്മളെ ഇന്ന ആൾക്കാർ സഹായിക്കും എന്നൊക്കെ സൃഷ്ടികളിൽ മനുഷ്യർ വലിയ വലിയ പ്രതീക്ഷകൾ വെച്ച് ജീവിക്കാൻ. മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈതാ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. മസലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ കൈകാര്യകർത്താക്കളെ സ്വീകരിച്ചവരുടെ ഉപമ കമസലിൽ അൻകബൂത്, ചിലന്തിയെ പോലെയാണവർ. ഇത്തഖദത് ബൈതാ, ചിലന്തി വീടുണ്ടാക്കി. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. വീടുകളിലെ ഏറ്റവും ബലക്ഷയമായ വീട് ചിലന്തിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ അറിയുന്നവരാണെങ്കിൽ. അല്ലാഹു പറയാണ്, അല്ലാഹു അല്ലാത്തവരെ കൈകാര്യകർത്താക്കളാക്കിയവർ, അത് എത്ര വലിയ അധികാരികളായാലും ശരി, എത്ര വലിയ സാമ്പത്തിക സെറ്റപ്പ് ഉള്ളവരായിരുന്നാലും ശരി, ഏതെല്ലാം ഉയർന്ന അവസ്ഥയിലുള്ളവരാണെങ്കിലും ശരി, അല്ലാഹു പറയാണ്, അല്ലാഹുവിനെ കൂടാതെ വസ്തുക്കളെയോ വ്യക്തികളെയോ ശക്തികളെയോ എന്തിനെയെങ്കിലും നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കി വെക്കുന്നുണ്ടെങ്കിൽ കമസലിൽ അൻകബൂത്, ഒരു ചിലന്തിയെ പോലെയാണ് അവർ. ഇത്തഖദത് ബൈത, ചിലന്തി വീടുണ്ടാക്കി. ചിലന്തി വീടുണ്ടാക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട്, ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കൃത്യമായ അളവുകളിൽ അത് വീടുണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന്റെ മധ്യത്തിൽ അത് വന്നിരിക്കും. അതിന്റെ ഇരുത്ത കണ്ട വിചാരിക്കും ഇതിൽ ആന വന്നാലും ഈ വലന്റെ ഉള്ളിൽ കുടുക്കുമെന്ന്. അത്ര ദമ്മിലാണ് അതിരിക്കുക. ആരാണ് ഇവിടെ തൊടാൻ ഫുൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്, ഒരാളും ഇതിലൂടെ പോകില്ല എന്നൊക്കെയുള്ള ദനുവിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ അതിന്റെ മധ്യത്തിൽ ഇരിക്കുന്നത് കാണാം. ഇത്തഖദത് ബൈത, എന്നിട്ട് അല്ലാഹു പറയാണ്, വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. ചില വീടുകളിൽ ഏറ്റവും ബലക്ഷയമായ വീട് ചിലന്തിന്റെ വീടാണ്. നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ. അതുകൊണ്ട് വസ്തുക്കളെ പ്രതിരോധത്തിന് വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളെ പ്രതിഷ്ഠിക്കുന്നവർ, അതിൽ പ്രതീക്ഷിക്കുന്നവർ ചിലന്തിയെ പോലെയാണ്.
ചെലന്തി വല കെട്ടിട്ട് ആന എന്നാലും ഒടിയിടാൻ വിചാരിച്ചാൽ എന്താ ഒരു ചെറിയ കുട്ടി ഒരു ഈർക്കിളുമായി ചെന്നിട്ട് ഒന്നിങ്ങനെ വലിച്ചാൽ പൊട്ടാൻ മാത്രമുള്ള വലയുള്ളൂ ചെലത്തിന്റെ വല. ഇതുപോലെ ബലഹീനമായ വസ്തുക്കളെയാണ് നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കി നിങ്ങൾ വെക്കുന്നത്. നിങ്ങളെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് രക്ഷിക്കാൻ ആരാണുള്ളത്? ഇന്നാളുണ്ടാവും, ഓരുണ്ടാവും, ഇവരുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെലന്തി വലയെ പോലെ, ചെലന്തിയെ പോലെയാണ് നിങ്ങൾ. പിന്നെ നിങ്ങളെ കാര്യങ്ങൾ നടത്തുന്നവൻ ആരാണ്? നിങ്ങളെ കാര്യങ്ങൾ നടത്തുന്നവൻ ഖാലിഖായ അല്ലാഹുവാണ്, ഫആലുൻ ലിമാ യുരീദായ അല്ലാഹുവാണ്. ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാനും സകല വസ്തുക്കളുടെയും അധികാരം ഏതൊരുവന്റെ കയ്യിലാണോ അവനാണ് നമ്മുടെ സംരക്ഷകൻ. അവനുമായിട്ടാണ് എന്റെ ഹൃദയത്തിന്റെ ബന്ധം. ഞാൻ അവനിൽ നിന്നാണ് എന്റെ രക്ഷ പ്രതീക്ഷിക്കുന്നത്, എന്റെ സമാധാനം പ്രതീക്ഷിക്കുന്നത് അവനിൽ നിന്നാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നതാണിത്. അല്ലാഹുവേ, നിന്നിൽ നിന്നാണ് രക്ഷ. ഞാൻ എന്റെ രക്ഷ പ്രതീക്ഷിക്കുന്നത് നിന്നിൽ നിന്നാണ്. എനിക്ക് വേറെ വസ്തുക്കളിലോ ശക്തികളിലോ അധികാരികളിലോ സമ്പത്തിലോ ഒന്നിലും എനിക്ക് എന്റെ രക്ഷ പ്രതീക്ഷയില്ല. അല്ലാഹുമ്മ അൻതസ്സലാം, നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് എനിക്ക് രക്ഷയുള്ളത്. വഇലൈക യർജിഉൽ അംർ, കാര്യങ്ങളൊക്കെ നിന്നിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്നാണ് രക്ഷ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷേണ്ടത്. ഇതാണ് പ്രതീക്ഷിക്കേണ്ടത്. നിസ്കാരത്തിന് ശേഷം അതാണ് പറയുന്നത്. പക്ഷെ എന്റെയും നിങ്ങളുടെയും രക്ഷകൻ, അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും സംരക്ഷകൻ, അല്ലെങ്കിൽ എന്റെയും നിങ്ങളെയും രക്ഷിക്കാനുള്ള ആളെ ആരാണ് നമ്മൾ കാണുന്നത്? വസ്തുക്കളെയും വസ്തുക്കളുടെവരെയും നമ്മൾ നമ്മുടെ സഹായികളും നമ്മുടെ രക്ഷകരുമായി കാണുന്നുണ്ടെങ്കിൽ ചെലന്തിയെ പോലെയാണ് അവർ. ഏത് കാലഘട്ടത്തിലും അല്ലാഹു അവന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്രഹത്ത് ശേഖരിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ശക്തി ശേഖരിച്ചു. അതിനേക്കാളും വലിയ ശക്തി ശേഖരിക്കാൻ അന്നില്ല. അന്നത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ആനയാണ്. അബ്രഹത്ത് ആനക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചു. ഒരാനല്ല, ആനക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ച് പരിശുദ്ധ കഅബയെ പൊളിക്കാൻ വേണ്ടിട്ട് വന്നു. യമനിൽ നിന്ന് അബ്രഹത്ത് പുറപ്പെട്ട് നടന്നെത്തി ഏകദേശം അറഫ വിട്ട് വാദി മുഹസ്സറിന്റെ അടുത്തെത്തി. എന്നുവെച്ചാൽ കഅബയുടെ അടുത്തെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് കഅബയിലേക്ക് കയറി ചെല്ലുന്നതിന് പകരം കഅബയുടെ സംരക്ഷകനായിരുന്ന അബ്ദുൽ മുത്തലിബുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങളുടെ വഴി പറഞ്ഞ് കഅബാലയത്തിലേക്ക്, മക്കയിലേക്ക് കയറി കഅബാലയം പൊളിക്കാമെന്ന് വിചാരിച്ചു. അബ്രഹത്തിന്റെ പ്ലാൻ ഇതായിരുന്നു. കാരണം മുഴുവൻ ആളുകളും അവരുടെ കാണിക്കകളുമായി കഅബയെ പ്രദക്ഷിണം ചെയ്യാനും കഅബയെ തവാഫ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ കഅബക്കുള്ളിലുള്ള വിഗ്രഹങ്ങളെ സമീപിക്കുന്നതുമായി കണ്ടപ്പം അബ്രഹത്തിന് തോന്നി ഇതൊരു വലിയ സാമ്പത്തിക മാർഗമാണ്, സമ്പത്തുണ്ടാക്കാൻ പറ്റിയ വലിയൊരു മാർഗമാണ് ഈ ഒരു ലൈൻ. ജനങ്ങൾ ആവശ്യങ്ങൾ വന്ന് പറയാ, അവിടുന്ന് അവരോട് കാണിക്കകളും സമ്പത്തും വാങ്ങിവെക്കുക, എന്നിട്ട് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് സമ്പത്തുണ്ടാക്കുക. ഇതായിരുന്നു അബ്രഹത്തിന്റെ പരിപാടി. അബ്രഹത്തെ യമനിൽ ഒരു കനീസ ഉണ്ടാക്കി, ഒരു ചർച്ച് ഉണ്ടാക്കി. വളരെ മനോഹാരിതമായ ഒരു ചർച്ചായിരുന്നു. എന്നിട്ട് എല്ലാ ആൾക്കാരെയും അതിലേക്ക് വിളിച്ചു. ആൾക്കാരെല്ലാവരും ഇതിലേക്ക് വരണം, ഇവിടെയാണ് ഇനി കാര്യപ്പെട്ടതുള്ളത്. പക്ഷെ ജനങ്ങൾ പഴയ കഅബയിലേക്ക് തന്നെ തിരിയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അബ്രഹത്തിന് മനസ്സിലായി, കഅബാലയം ഉള്ളിടത്തോളം കാലം ജനങ്ങളുടെ വിശ്വാസത്തെ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് കഅബാലയം പിടിക്കാൻ ഇറങ്ങിയതായിരുന്നു അബ്രഹത്ത്. എന്നിട്ട് അബ്രഹത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സമ്പാദന മാർഗവും അതേപോലെ അതുവഴിയായുള്ള വരുമാനം തട്ടിയെടുക്കാമെന്ന നിലയിൽ അബ്രഹത്ത് ജനങ്ങൾ അങ്ങോട്ട് തിരിക്കാൻ ശ്രമിച്ചു. അവസാനം അബ്രഹത്ത് കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. വാദി മുഹസ്സറിലെത്തി. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകക്കൂട്ടങ്ങൾ ആ മലഞ്ചെരുവിൽ മേഞ്ഞിരുന്നു. അബ്രഹത്തിന്റെ പട്ടാളക്കാർ വന്നിട്ട് അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകക്കൂട്ടങ്ങളെ തട്ടിക്കൊണ്ടുപോയി. അബ്ദുൽ മുത്തലിബ് ഒട്ടകങ്ങളെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഒട്ടകങ്ങളെ അടുത്ത് വന്നിരിക്കുന്ന ഒരു രാജാവ് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ സമീപിച്ചു. എന്റെ ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം. അബ്രഹത്ത് പറഞ്ഞു, ഞാൻ പരിശുദ്ധ കഅബ, നിങ്ങളുടെ വിശുദ്ധ ഗേഹം പൊളിക്കാൻ വേണ്ടി വന്നതാണ്, ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് എന്റെ ഒട്ടകങ്ങളെ തരീമെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അബ്രഹത്ത് പറഞ്ഞു, ഞാൻ കഅബ പൊളിക്കാൻ വേണ്ടി പോവാണ്.
അതിനെ പരിഗണിക്കാതെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എന്റെ ഒട്ടകം തരണമെന്ന്. അബ്രഹ ചോദിച്ചു, തനിക്കൊരു തന്റെ 4 ഒട്ടകങ്ങളാണ് വലുത്, അല്ല കഅബാലയമാണോ വലുത് എന്ന് ചോദിച്ചു. അപ്പം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബുൽ ഇബിൽ, അന റബ്ബുൽ ഇബിൽ, ഞാൻ ഒട്ടകത്തിന്റെ ഉടമയാണ്, ഒട്ടകം എന്റേതാണ്, ഞാൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്, അതുകൊണ്ടാണ് ഞാൻ ഒട്ടകം നിങ്ങളോട് ചോദിക്കുന്നത്. അന റബ്ബുൽ ഇബിൽ, ഞാൻ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്, എനിക്ക് ഒട്ടകം തരണം. വലിൽ ബൈത്തി റബ്ബുൻ സയംനഉഹു, നിങ്ങൾ പൊളിക്കാൻ പോകുന്ന വീടുണ്ടല്ലോ, വലിൽ ബൈത്തി റബ്ബുൻ, ആ വീടിന് ഒരു റബ്ബുണ്ട്, സയംനഉഹു, അവനത് പിറകെ തടഞ്ഞോളുമെന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അത് അവൻ തടഞ്ഞോളും, ഞാൻ ഒട്ടകത്തിന്റെ ഉടമയാണ്, എന്റെ ഒട്ടകം തിരിച്ചെന്നെങ്കിൽ വീടിന് അതിന്റെ ഉടമസ്ഥനുണ്ടെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് ഒട്ടകവും വാങ്ങി തിരിച്ചു വന്നു മക്കയിൽ. മക്കക്കാരെ വിളിച്ചു, അബ്രഹത്ത് ആനപ്പടയുമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രതിരോധിക്കാൻ എന്താണ് മാർഗം? എല്ലാവരും കയറി മലന്റെ മുകളിൽ കയറി കല്ലെടുക്കുകയും എന്നിട്ട് ആനക്കൂട്ടം വരുമ്പോൾ എറിയുകയും ചെയ്യുക, അതൊന്നും പ്ലാൻ ചെയ്തില്ല. അബ്ദുൽ മുത്തലിബ് ആകെ പറഞ്ഞ വാക്ക്, നിങ്ങൾ ഈ മലഞ്ചെരുവിന്റെ അപ്പുറത്തേക്ക് പോകണം, ആരും ഇവിടെ ഉണ്ടാവരുത്, ഇവിടെ ആരും നിൽക്കട്ടെ, എല്ലാവരും പുറത്തേക്ക് പോകണം. എല്ലാവരും പുറത്തേക്ക് പോയി. അബ്രഹത്ത് ആനപ്പടയാക്കി വരാൻ വേണ്ടി ശ്രമിച്ചു. ആനകളെ അടിച്ച് മക്കയുടെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് ആനകൾ മക്കയുടെ ഭാഗത്തേക്ക് തിരിയുന്നേ ഇല്ല, എതിർവശത്തേക്കാണ് പോണത്. നിർബന്ധിച്ചു നോക്കി, അടിച്ചു നോക്കി, അതിനെ ഉപദ്രവിച്ചു നോക്കി, അതൊന്നും അനങ്ങുന്നില്ല. അതൊക്കെ എതിർദിശയിലേക്കാണ് പോണത്, എതിർദിശയിലേക്കാണ് പോണത്. അപ്പോഴാണ് സമുദ്രഭാഗത്തിൽ നിന്ന് ചെറിയ കുരുവികൾ അവർ ചുടുകട്ടകളുമായി വന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നബിയെ തങ്ങൾ കണ്ടില്ലേ, കൈഫ ഫഅല റബ്ബുക, നബിയെ തങ്ങളുടെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നബിയെ തങ്ങൾ കണ്ടില്ലേ, ബി അസ്ഹാബിൽ ഫീൽ, ആനച്ചങ്ങാതിമാരെ നിങ്ങളെ റബ്ബ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നബിയെ തങ്ങൾ കണ്ടില്ലേ. ആനച്ചങ്ങാതിമാരെന്ന് പറഞ്ഞു. അസ്ഹാബ് എന്നതിലേക്ക് ഏത് വസ്തുവിലേക്കാണോ അസ്ഹാബിനെ ചേർക്കുന്നത്, ചേർക്കപ്പെട്ട വസ്തുവിനായിരിക്കും മഹത്വം ഉണ്ടാവുക. അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചങ്ങാതിമാർ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നബിയിലേക്കാണ് അസ്ഹാബിനെ ചേർത്തത്, അതുകൊണ്ട് നബിക്കായിരിക്കും മഹത്വം ഉണ്ടാവുക. ഇതേപോലെ അല്ലാഹു ചേർത്തത് അസ്ഹാബുൽ ഫീൽ എന്നാണ്, ആനച്ചങ്ങാതിമാർ. ഈ ആൾക്കാരെക്കാളും മഹത്വം അല്ലാഹുവിന്റെ അടുക്കൽ ആനക്കാണുള്ളത്. ആനന്റെ ചങ്ങായിമാർ, ആനക്കാണ് മഹത്തുള്ളത്. അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പറയാനുള്ള കാരണം വാദി മുഹസ്സറിൽ നിന്ന് ആനകളെ കഅബയുടെ നേരെ തെളിച്ചിട്ടും ആനകൾ ഒരൊറ്റൊന്ന് തിരിയാതെ അത് എതിർവശത്തേക്ക് പോയി. ഒരാന പോലും കഅബയുടെ നേരെ വരാൻ തയ്യാറില്ല. പക്ഷെ അതിനെ നിർബന്ധിച്ച് കഅബയുടെ ദിശയിലേക്ക് തിരിക്കാൻ വേണ്ടി മെനക്കെട്ട ആനച്ചങ്ങാതിമാരുണ്ടല്ലോ, ആ ചങ്ങാതിമാരെക്കാളും നല്ലത് ആനകളാണ്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനച്ചങ്ങാതിമാരെ നിന്റെ റബ്ബ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് എന്ന് നീ കണ്ടില്ലേ. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണേ, അലം തറ, നബിയെ തങ്ങൾ കണ്ടില്ലേ. നബി തന്നെ സഹാസങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. എന്നിട്ടും അല്ലാഹു അങ്ങനെ ചോദിക്കുന്നത് അത്രത്തോളം സുപരിചിതമായ, എല്ലാവർക്കും കണ്ടതുപോലെയുള്ള സംഭവമാണത്. പിൽക്കാലത്ത് വന്നവർക്കും കണ്ടതുപോലെ സംഭവിച്ച സംഭവങ്ങളാണത്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. നബിയെ, അവരുടെ തന്ത്രങ്ങളെ നാം പാഴാക്കിയില്ലേ, അവരുടെ പ്രോഗ്രാമുകൾ, അവരുടെ ചതികൾ. അലം യജ്അൽ കൈദഹും, അവരുടെ തന്ത്രങ്ങൾ, അവരുടെ പ്രോഗ്രാമുകളെ നാം ആക്കിയില്ലേ, ഫീ തദ്ലീൽ, പാഴാക്കിയില്ലേ. പ്രോഗ്രാം ഉണ്ടാക്കാൻ അല്ലക്കാരെ കൊണ്ട് നടക്കും സഹോദരന്മാരെ, പ്രോഗ്രാം നടപ്പിലാക്കാൻ അത് നടക്കൂല. അത് അതിനൊരു ഉടമസ്ഥനുണ്ട്. അല്ലാഹു ചോദിക്കാണ്, കഅബാലയം പൊളിക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്ത് യമനിൽ നിന്ന് പുറപ്പെട്ട് കഅബയുടെ ഏകദേശം അടുത്തെത്തുന്ന മൈലുകളിൽ
എത്തിയിട്ടും അതിനെ ഒന്നും ചെയ്യാതെ തിരിച്ചു പറഞ്ഞയച്ചില്ല റബ്ബ്. അലം യജ്അൽ കൈദഹും ഫീ തളീൽ, അവരുടെ കുതന്ത്രങ്ങൾ അവൻ പാഴാക്കിയില്ലേ. ഫാർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അവർക്ക് നേരെ അബാബീൽ കൂട്ടങ്ങൾ അയച്ചില്ലേ, പക്ഷിക്കൂട്ടങ്ങൾ അയച്ചില്ലേ. ചെറിയ ചെറിയ കുരുവികളാണ് അയച്ചത്. ത്വയ്റൻ അബാബീൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുരുവികൾ. ആനറാഞ്ചി പക്ഷിനൊന്നും അല്ലാഹു തആല അയച്ചിട്ടില്ല. നമ്മളെ ബുദ്ധിക്കാണെങ്കിൽ അയക്കേണ്ടത് എന്താ? ആനയാണ് അപ്പുറത്തുള്ളത്, അതിനെ തടുക്കണമെങ്കിൽ പറയുവായി ആനറാഞ്ചി പക്ഷി വേണം. അല്ലാഹു ഉപയോഗിക്കുന്ന കുരുവികളാണ്. ആനന്റെ കണ്ണിന്റെ അത്ര കൂടി വെൽപ്പില്ലാത്ത കുരുവികളെ അയച്ചു. ഫാർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചെറിയ ചെറിയ ചുടുകട്ടകളെ അയച്ചു. ചെറിയ കടലമണിന്റെ വെൽപ്പുള്ള വലിയ ആനനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അയക്കാണ് ചുടുകട്ടകൾ. ഇത് ഇവിടുന്ന് ആരുണ്ടാക്കിയതാ? അബ്ദുൽ മുത്തലിബും ടീമും പ്രോഗ്രാം ചെയ്ത് സിജ്ജിയിൽ നല്ല ചുടുകട്ടകൾ ഉണ്ടാക്കി കുരുവികളെ അയച്ചതാ. അബ്ദുൽ മുത്തലിബ് ചെയ്തതാ അല്ല. ഇത് അയച്ച റബ്ബുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാവണം. അതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ കുദ്റത്തിലും അവന്റെ താക്കത്തിലും ഉമ്മത്തിൽ വിശ്വാസമില്ല. കാരണം ഉമ്മത്ത് അള്ളാഹിനെ കുറിച്ച് കേൾക്കില്ല, അള്ളാഹിനെ കുറിച്ച് പറയലില്ല. പറയൽ മുഴുവനും വസ്തുക്കളെ കുറിച്ചാണ്. അതുണ്ടായാൽ ഇതുണ്ടായാൽ ആ സീറ്റ് മുഴുവൻ ഓരയില്, ഈ സീറ്റ് മുഴുവൻ ഓരയില്, മുഴുവൻ ഓരയില് ഭയ മുഴുവൻ ഓരയിലേക്കോട്ടെ എന്താ കാര്യം? അതോരയിൽ ഇതോരയിൽ അതും ഓരയിൽ ഇതും ഓരയിൽ അതുമായാണ് അതോരും ഇതും ഒക്കെ ആരായാലും എന്താ ഫുൾ അബ്രാഹത്തിന്റെ ഉണ്ടായിരുന്നത്. فأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل, ചുടുകട്ടകളെ അയച്ചു അല്ലാഹു തആല. എന്നിട്ട് എന്താക്കി? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അവരെ തിന്നപ്പെട്ട വൈക്കോലുകൾ പോലെയാക്കി. തിന്നപ്പെട്ട വൈക്കോൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ തിന്നപ്പെട്ട വൈക്കോൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ വൈക്കോൽ തിന്ന പിന്നെന്താ? ആ വൈക്കോൽ തിന്ന പിന്നാണ് സാധനം കഴിയുന്നത്. അതുപോലെ ആക്കി ആരെ വലിയ ആനനും ടീമിനൊക്കെ അള്ളാഹു എന്താക്കി? ചവച്ച് തുപ്പപ്പെട്ട വൈക്കോല് പോലെ, തിന്നപ്പെട്ട വൈക്കോല് പോലെയാക്കി. ഇത് ഖുർആനാണ്. അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? മക്കക്കാരായ ധൈര്യശാലികളൊക്കെ വിളിച്ചു വിട്ടിട്ട് ഇവിടെ നിൽക്കണം, വരികയാണെങ്കിൽ അപ്പം കൊടുക്കണം. അബ്ദുൽ മുത്തലിബ് പറയേണ്ട വാക്ക് പറഞ്ഞിട്ടുണ്ട്. അന റബ്ബുൽ ഇബ്നിൽ വലിൽ ബൈത്തി റബ്ബുൻ സയംനഉ, എന്റെ ഒട്ടകം എന്റേതാണ്, റബ്ബ് വീടിനൊരു ഉടമസ്ഥന്റെ, അത് അവൻ നോക്കിക്കോളും. അത് വരെ ഇക്കും ആയിട്ടില്ല, ഇക്കും ആയിട്ടില്ല. അള്ളാഹു ഇടപെട്ട കാര്യം ഖുർആൻ പറയില്ലേ? അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാനുള്ള ഈമാനികമായ താക്കത്ത് ഉമ്മത്തിൽ ഇല്ലെങ്കിൽ ഭൗതികമായ വസ്തുക്കൾ എത്ര സ്വരൂപിച്ചിട്ട് ഉമ്മത്തിന് കാര്യം ഉണ്ടാവില്ല. ചുടുകട്ടകളാക്കാൻ പറ്റുന്ന താക്കത്തുള്ള ഉടമസ്ഥൻ ഇന്നും ബാക്കിയാണ്. അവൻ ഹയ്യുൻ ഖയ്യൂമാണ്. അവൻ ഹയ്യുൻ ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അവൻ ഉറക്കമോ മയക്കമോ ബാധിച്ചിട്ടില്ല. അവനെപ്പോഴും അവന്റെ كل يوم هو في شأن كل يوم هو في شأن فبأي آلاء ربكما تكذبان. അവൻ എപ്പോഴും അവന്റെ ശകനിലാണുള്ളത്. അവൻ അവന്റെ ജോലിയിലും അവന്റെ കാര്യത്തിലാണുള്ളത്. ഒരു ഇമ പോലും അവന്റെ വിട്ടുന്നില്ല. അവൻ അത്രത്തോളം അവന്റെ സൃഷ്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ താക്കത്ത് അല്ലാഹുവിന്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങൾക്കും വെപ്രാളമാണ്, എനിക്ക് നിങ്ങൾക്കും ഭയമാണ്. എന്തുകൊണ്ട്? കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് ഞാനാണെന്ന് ചിന്തിച്ചാൽ പേടിക്കാതിരിക്കോ? കാര്യങ്ങൾ നടത്തുന്ന ഉടമസ്ഥനാണ് ഞാൻ, അവന്റെ നിസ്സാരനായ അടിമയാണ്. എന്റെ കാര്യങ്ങളോടുകൂടി നടത്തേണ്ടവൻ അവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സർവ്വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനുള്ളതാണ്. നമ്മൾ വിചാരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാനുള്ളതാണ്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ രക്ഷപ്പെട്ടു. 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ രക്ഷപ്പെടും.
70,000 അല്ല, 7 ലക്ഷം അല്ല, 700 ലക്ഷം അല്ല, 7 കോടി ലക്ഷം ചൊല്ലിയാൽ ഒരു കാര്യം ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്തസത്ത മനസ്സിലാക്കാതെ ചൊല്ലിയിട്ട് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാത്തതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് സ്വന്തമായിട്ട് യാതൊരു കഴിവുമില്ല സൃഷ്ടാവായ അല്ലാഹു കൊടുത്തിട്ടല്ലാതെ. അല്ലാഹ് കൊടുക്കുന്ന ഒരു വസ്തുവിൽ ഉപകാരമാണോ ഉപദ്രവമാണോ തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, വമാ തിൽക ബിയമീനിക യാ മൂസ, ഏ മൂസ നബി നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, വലത്തെ കയ്യിൽ എന്താണുള്ളത്? ആരാധന മറുപടി തരുള്ളൂ, ഖാല ഹിയ അസ, അത് വടിയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഹിയ അസായ, അത് എന്റെ വടിയാണ്. അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറ, ഞാൻ അതുകൊണ്ട് മേൽ ചാരിയിരിക്കും, ആടുകൾക്കും മറ്റൊക്കെ ഞാൻ ഇല കൊഴിച്ചിട്ട് കൊടുക്കും. വലിയ ഫീഹാ മആരിബു ഉഖറ, എനിക്ക് അതുകൊണ്ടാണ് ഒരുപാട് പ്രയോജനങ്ങൾ അതുകൊണ്ടുണ്ട് എന്ന് പറഞ്ഞു മൂസ അലൈഹിസ്സലാം. ഉലമാക്കളെ ഇതിന്റെ മൂസ നബിക്ക് ഇത് വടിയാന്ന് പറഞ്ഞ് നിർത്താൻ അറിയാനിട്ടല്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചവൻ അവന്റെ റബ്ബാണ്. റബ്ബായ അല്ലാഹു ചോദിക്കാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ, നിന്റെ കയ്യിൽ എന്താണുള്ളത് മൂസ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിനോട് സംസാരിക്കാനുള്ള കൊതിയുടെ പേരിൽ മൂസ അലൈഹിസ്സലാം ഒന്ന് നീട്ടി പറഞ്ഞതാണ്. ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറ, അങ്ങനെ പറഞ്ഞു. ഉടനെ അല്ലാഹു തആല പറഞ്ഞു, അൽഖിഹാ യാ മൂസ, നാലാമത്തെ താഴത്തേക്ക്. ഇത്ര ഉപകാരമുള്ള വടിയല്ലേ, അത് താഴെ പറഞ്ഞു. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, മൂസ അലൈഹിസ്സലാം അതിനെ താഴെട്ടപ്പം അത് ചലിക്കുന്ന വടിയായി, ഓടുന്ന വടിയായി, ഓടുന്ന പാമ്പായി. ഹയ്യത്തുൻ തസ്ആ, ഓടുന്ന പാമ്പായി. മൂസ അലൈഹിസ്സലാം അല്പം ബാക്കോട്ട് നിന്നു. അല്ലാഹു തആല പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ട. സനുഈദു ഖുദ്ഹാ, അതിനെ പിടിച്ചോ. സനുഈദുഹാ സീറത്തഹൽ ഊല, അതിനെ പഴയ അവസ്ഥയിലേക്ക് നാം ആക്കി തരാൻ പറഞ്ഞു. മൂസ അലൈഹിസ്സലാം അതിനെ പിടിച്ചു, പഴയ അവസ്ഥയിൽ വടിയായി. ഖുർആനിൽ അല്ലാഹു ഇതെന്തിനു പറഞ്ഞതാണ്? ഇതുപോലെ ഒരുപാട് വടിയും കൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങളോട് പറയാൻ, ഈ ഉമ്മത്തിന്റെ പ്രത്യേകത സഹോദര, ഈ ഉമ്മത്തിന്റെ പ്രത്യേകത, ഈ ഉമ്മത്തിന്റെ അവസാനം വരെ കൂട്ടത്തിൽ നബി ഉണ്ടാവൂല. ഉമ്മത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് ഉമ്മത്തിന് തർബിയത്തും തസ്കിയത്തും നൽകാൻ അവരെ കൂട്ടത്തിൽ നബി ഉണ്ടാവില്ല എന്ന് അല്ലാഹ്ക്കറിയാം. ഖിയാമത്ത് നാൾ വരെ എന്റെ ഹബീബിനെ ഞാൻ നിലനിർത്താൻ അല്ലാഹ് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ തർബിയത്തും തസ്കിയത്തും നൽകപ്പെടണം. അതുകൊണ്ട് അല്ലാഹു ചെയ്ത സംവിധാനമാണ് വിശുദ്ധ ഖുർആൻ നൽകിയത്. ഖുർആനിൽ മുഴുവൻ നബിമാരുടെയും സംഭവം പറഞ്ഞു തരുന്നത് ഖിയാമത്ത് നാൾ വരെ മനുഷ്യർക്ക് തർബിയത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ തസ്കിയത്തിന് വേണ്ടിയിട്ടാണ്, സംസ്കരണത്തിന് വേണ്ടി, ഈമാനികമായ സംസ്കരണത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ ഖുർആനിൽ പറയുന്നത്. അല്ലടെ മൂസാ നബി വടിയിട്ടു അത് പാമ്പായി, ഇതെന്താ മെതിച്ച പറഞ്ഞ കിതാബോ? അല്ല, ഖിയാമത്ത് നാൾ വരെ മനുഷ്യർക്ക് റഹ്ബറിയാവണം, വഴികാട്ടിയാവണം ഈ ഗ്രന്ഥം. അതുകൊണ്ടാണ് ഈ ഖുർആനിൽ അല്ലാഹു ഇത് പറഞ്ഞത്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വടിയിടാൻ പറഞ്ഞു. വടി എന്താണെന്ന് ചോദിച്ചു. ആദ്യം ഞാൻ ഇടാൻ പറഞ്ഞാൽ മതി. അല്ല, മൂസാനബി ഇടാതെ വടിന്റെ ഫളായിൽ കൊണ്ട് പറഞ്ഞെടുത്തു. വടിയോട് നമ്മളോട് ചോദിക്കില്ല, ഇതെന്താ, ഇത് നമ്മളെ ഏർപ്പാടാണ്, ഇതിൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഞാൻ അങ്ങോട്ട് കയറ്റേക്കും, ഇങ്ങോട്ട് കയറ്റേക്കും, ഇതിന്റെ ബാക്കി സൈഡ് ഇങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടും, ഇൻസെന്റീവ് ഇത്ര, അത് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് പറയും. എന്നുവെച്ചാൽ അവരുടെ ഫുള്ള് കാര്യം നടക്കുന്ന താനാ പീഡയായിരിക്കും, അല്ലെങ്കിൽ ആ കച്ചവടമായിരിക്കും, ആ ഉദ്യോഗമായിരിക്കും, ആ ഏർപ്പാടായിരിക്കും. ഇതേപോലെ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ഇതിൽ ചാരിയിരിക്കും, ഇതുകൊണ്ട് ഇല കൊഴിച്ചിട്ട് കൊടുക്കും, ഇതുകൊണ്ട് കുറെ ഉപകാരമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, അത് താഴെടാൻ വേണ്ടി പറഞ്ഞു. ചലിക്കണ ഓടുന്ന പാമ്പായി. ഭയപ്പെട്ട പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ട, ഖുദ്ഹാ സനുഈദുഹാ സീറത്തഹൽ ഊല, പിടിച്ചോ, പഴയ പോലെ ആക്കി തരാം. പിടിച്ചു, പഴയ പോലെ. എന്താ പഠിപ്പിക്കുന്നത്? മൂസ ഇതുവരെ ഈ വടിയിൽ നിങ്ങൾ ഉപകാരം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വടി താഴെട്ടപ്പോഴേക്കും അത് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പാമ്പാക്കിയവൻ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ വസ്തുവിൽ ഉപകാരം മാത്രമാണെന്ന് പറയുക? ഇതെന്റെ ഒരു സൃഷ്ടിയാണ്, ഇതിൽ ഉപകാരമാണോ ഉപദ്രവമാണോ തീരുമാനിക്കേണ്ടവൻ ആരാണ്? അത് ഞാനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. അത് മൂസാ നബിക്ക് മാത്രം പഠിപ്പിച്ചു കൊടുക്കല്ല, എനിക്കും നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തരാൻ. നമ്മളൊക്കെ ഓരോ വടിയായിട്ടാണ് നടക്കുന്നത്. പലപ്പോഴും ഇടാൻ പറയണ്ട്, പലപ്പോഴും ഇടലുണ്ട്, മുസീബത്തിന്റെ അവനുകഞ്ഞാലുണ്ട്. നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. ഓരോന്നും വടിയായിട്ട് നമ്മുടെ കയ്യിൽ.
പലപ്പോഴും അല്ല ഇടിക്കലുണ്ട്. ഞാനാണ് ഇതെല്ലാം നോക്കണെന്ന് പറഞ്ഞ ആദ്യം ചെറിയ കട ഉണ്ടായിരുന്നു, അവര് ഉഷാറായി കച്ചവടം നടന്നു. കുറച്ച് വേറൊരു കട തുടങ്ങി, ഉഷാറായി നല്ല കച്ചവടമായി. വേറൊരു കടയിൽ കൊണ്ട് തീർന്നു, അതും നല്ല കച്ചവടമുണ്ട്. അപ്പം ബാക്കിയുള്ളത് നോക്കാൻ തുടങ്ങി. ഇപ്പൊ 3 കട തുടങ്ങി, ഉഷാറാണ്. പിന്നെ അവൻ്റെ അടുത്ത് ആളെന്താ തുടങ്ങും, നമുക്ക് കൂടിയിട്ട് ചെയ്താൽ എന്താണ്? ഓർക്കും തോന്നും ഈ ചെറിയത് നോക്കിയാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, വലുതായ ഉഷാറാവും. അങ്ങനെ അവൻ വലിയ കട തുടങ്ങാൻ തുടങ്ങും. 1ാമത്തെ കട തുടങ്ങി, ഒരു 50,000 സ്ക്വയർ ഫീറ്റ്, 40,000 സ്ക്വയർ ഫീറ്റ് ഒരു കട. മാഷാ അല്ലാഹ് ഉഷാറായി കച്ചവടം തുടങ്ങി. അപ്പൊ പിന്നെ ധൈര്യമായി. പിന്നെ ജില്ലകളിൽ തുടങ്ങാൻ പൂതിയാവും. അങ്ങനെ അങ്ങോട്ട് തുടങ്ങും, ഇങ്ങോട്ട് തുടങ്ങും. അങ്ങനെ ഫുൾ ഓൺ ഉഷാറായി, ഈ വടി ഉഷാറായി കൂടാണ്. കുറെ കഴിഞ്ഞാലുണ്ടാവും അടുവുകള്, അത് താഴെ പറഞ്ഞിട്ടുണ്ടാവും. 1 പൊട്ടി, 2 പൊട്ടി, ഫുള്ള് പൊട്ടി. അവസാനം കയറിന്റെ മുകളിൽ തൂങ്ങുന്നത് കാണാം. കയറിന്റെ മുകളിൽ തൂങ്ങി ആടുന്നത് കാണാം. ഞാനാണ് ഇതൊക്കെ കൊണ്ടെടുക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കണ്ടെങ്കിൽ, താഴ്ത്തി നോക്കി ഇടിക്കുമല്ലാവും, പഠിപ്പിക്കുമല്ലാവും. അതുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നത് ഞാനുങ്ങളൊന്നുമല്ല. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഇതൊരു പ്രത്യേക സ്റ്റൈലാണ്. നിങ്ങൾ കയറൊന്നുമില്ല, കുറച്ചിങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടേ കയറുള്ളൂ. വമാ റമൈത, നബിയെ തങ്ങൾ എറിഞ്ഞിട്ടില്ല. ഇദ് റമൈത, തങ്ങൾ എറിഞ്ഞ സന്ദർഭത്തിൽ വലാകിന്നല്ലാഹ റമാ. പക്ഷേ അല്ലാഹുവാണ് എറിഞ്ഞത്. അതുകൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വടി താഴിടാൻ പറഞ്ഞ പോലെ എന്നോട് നിങ്ങളോട് പലതും താഴിടാൻ പറയുന്നുണ്ട്, പലതും താഴിടുണ്ട്. എന്നിട്ട് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സാർമാരെ അള്ളാഹുവിനെ സ്വന്തമാക്കി, അള്ളാഹിനെ സ്വന്താക്കി, അള്ളാഹുവിന്റെ ഖജനാവെന്ന് വാങ്ങാനുള്ള തരീഖ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഖജനാവിനെ ഇടപെടിപ്പിക്കാനുള്ള രാസ്ത, അതിന്റെ വഴി മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഗണിച്ചു, തങ്ങളെ സുന്നത്തിനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആ വഴി അള്ളാഹിന്റെ അടുക്കൽ എത്തൂല. സഹോദര, എത്തൂല. എത്ര വലിയ ടെക്നിക്കലും എത്ര വലിയ സാഹചര്യത്തിനനുസരിച്ചുള്ള സംവിധാനങ്ങളായാലും ശരി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യൊപ്പില്ലാത്ത ഒരു സാധനം അങ്ങോട്ട് എത്തൂല. നിങ്ങൾ നബിയുടെ ശാസ്ത്രങ്ങളെ കൂട്ടാതാണോ നിങ്ങളെ കളി, എങ്കിൽ നിങ്ങളെ കളി ഓടി എത്തൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയെ തങ്ങളോട് തുറന്ന് പറഞ്ഞേക്കും, നബിയെ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും നിങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നബി അവരോട് പറഞ്ഞേക്കും, ഫത്തബിഊനി, നബിയായ എന്നെ പിൻപറ്റാൻ പറഞ്ഞേക്കും. നബിയെ എന്നെ പിൻപറ്റാതെ അല്ലാഹുവിനെ സ്വന്തമാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കൂലെന്ന് പറഞ്ഞേക്കും നബിയെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം രക്ഷപ്പെടില്ല, മുഹമ്മദ് റസൂലുള്ളാഹി കൂടി ഉണ്ടാവണം. അതുകൊണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനുള്ള അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം കാണിക്കാൻ വേണ്ടി വന്ന ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബിതങ്ങളെ ഒഴിവാക്കിയിട്ട്, സുന്നത്ത് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പണിയാവും. സഹോദരന്മാരെ, മൂസാ അലൈഹി സ്വലാമിന് പാമ്പായതുപോലെ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും പാമ്പാവുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു ഒഴിവാക്കിയാൽ ജീവിതത്തിൽ പാമ്പ് കുടുങ്ങും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് യാഥാർത്ഥ്യമാണ്. ഇത് വെറുതാവൂല. ഇത് 13 കൊല്ലം മക്കയിൽ സഹാബാക്കൾ ഇത് യാഥാർത്ഥ്യക്കാനുള്ള പണിയുണ്ടായിരുന്നത്. 1-ാം കൊല്ലം, 1-ാം കൊല്ലം, 2-ാം കൊല്ലം, 3-ാം കൊല്ലം, 4-ാം കൊല്ലം ഇതിന് പണി, ഇതുമൽ കടിക്കേഞ്ഞ് പണി. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരം വന്നത്. ഇത് ശരിയാക്കണ പണിയിരുന്നു. കാരണം ഹൃദയത്തിന്റെ ദിശ അള്ളാഹുവിലേക്ക് അയച്ചില്ലെങ്കിൽ പിന്നെ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം? അള്ളാഹുവിനെ വിശ്വസിക്കാത്ത നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഞാനാണ് കാര്യങ്ങൾ നടത്തുന്നത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക, സുജൂദ് കടന്ന് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാക്കണം. അതിന് അധ്വാനിക്കണം, അതിന് പരിശ്രമിക്കണം. അതിന് പിന്നെ പരിശ്രമമുണ്ട്. ഹജ്ജിന് പരിശ്രമമുണ്ട്.
ഉമ്മത്തികളിൽ ഒരു സാമ്പത്തികവും ശാരീരികവും വഴിയും എല്ലാം റെഡിയില്ലാത്ത മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. അതും ജീവിതത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ. രണ്ടാമത്തേത് എന്താ? അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സക്കാത്താണ്. സക്കാത്ത് ആകെ സമ്പത്തുള്ളവന് മാത്രം, നിശ്ചിത നിസാബെത്തിയ സമ്പത്തുള്ളവന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അതും വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അത് കഴിഞ്ഞ നോമ്പാണ്. നോമ്പാകെ വർഷത്തിൽ ഒരു മാസം നോറ്റാൽ മതി. അതിൽ രോഗികൾ, ഭ്രാന്തന്മാർ, ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ അവരൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇല്ല. അതിന്റെ പുറത്ത് വന്ന നിസ്കാരം. നോമ്പ് വന്നപ്പോൾ വർഷത്തിൽ ഒരു ദിവസം പോരാ, വർഷത്തിൽ ഒരു മാസം വേണം. നിസ്കാരമായപ്പം ദിവസത്തിൽ 5 പ്രാവശ്യം വേണം. എല്ലാരും പെടും, രോഗി പെടും, എല്ലാരും പെടും. ആകെ ബുദ്ധിയില്ലാത്തവർ, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ, ശുദ്ധിയില്ലാത്ത സ്ത്രീകൾ, ഇവരെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. രോഗിയും എല്ലാരും പെടുത്. അഞ്ചാമത്തേത് പറയുവൈ അവിടെ നിന്നിട്ട് വരുമ്പോൾ ഇങ്ങനെ ആമായി വരാൻ. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമില്ല. പിന്നെ സക്കാത്ത് വരുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ കൂടും. നോമ്പ് വരുമ്പോൾ പിന്നെ കൂടും ആൾക്കാർ. നിസ്കാരം വരുമ്പോൾ ഏകദേശം എല്ലാവരും പെട്ടു, കുറച്ച് ആൾക്കാരെ വേണ്ടു. കെലിമ വരുമ്പം നിസ്കാരം 5 മതി, 5 ദിവസത്തിൽ 5 മതി. കെലിമ വരുമ്പം എല്ലാ നേരം വേണം, എല്ലാ ആൾക്കാരും വേണം. എന്താ കെലിമ? ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം ഒന്ന് പറയുമായി. ഈമാൻ കാര്യം 6. ഈമാൻ കാര്യം 6 നമുക്കറിയാം. അല്ലാഹുവിൽ വിശ്വസിക്കൽ, പിന്നെ മലക്കുകളിൽ വിശ്വസിക്കൽ, കിതാബിൽ വിശ്വസിക്കൽ, അംബിയ മുർസലീങ്ങളിൽ വിശ്വസിക്കൽ, പിന്നെ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കൽ. 6ാമത്തെ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ശർറൊക്കെ അല്ലാഹുവിൽ നിന്നാണെന്ന്. ഇത് ഈമാൻ കാര്യം വിശ്വസിക്കാനുള്ളതാണ്. ഇസ്ലാം കാര്യം പറയുവായി. ഇസ്ലാം കാര്യം പ്രവർത്തിക്കാനുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക. രണ്ടാമത്തേത് നിസ്കാരം, 5 വക്ത നിസ്കാരം. മൂന്നാമത്തേത് നോമ്പ്. നാലാമത്തേത് സക്കാത്ത്. അഞ്ചാമത്തേത് ഹജ്ജ്. ഇതിലെ 4 എണ്ണത്തിന്റെ അമലുകൾ നമുക്കറിയാം. ഒന്നാമത്തേതിന്റെ അമലെന്താ? അള്ളാഹുവിൽ വിശ്വസിക്കലാണെങ്കിൽ ഈമാൻ കാര്യത്തിലെ ഒന്നും എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. എന്താണ് ഇസ്ലാം കാര്യത്തിന്റെ ഒന്നിന്റെ അമൽ എന്താണ്? അത് നമ്മൾ സാധാരണ പറയലുണ്ട്, 2 ഷഹാദത്ത് കലിമ അർത്ഥം അറിയണം, മനസ്സിൽ എന്നുവെച്ചാൽ ഹൃദയത്തിൽ രൂഢമൂലമാക്കണം. അതിനാണ് നാവിൽ മാത്രം പോരാ, അള്ളാഹു ആണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ പോരാ. എവിടെ ഉണ്ടാകണം? മനസ്സിലുണ്ടാകണം. നാവ് കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയുവായി വെളിവാക്കി പറയണം. ആരോട്? മലയിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ ആണോ ഭായി? ആരോട് പറയണം? പറയേണ്ടത് ആൾക്കാരോടാണ്. വെളിവാക്കി പറയണം ആളുകളോട്. അല്ലാഹു അല്ലാത്തതിനെ കൊണ്ടൊന്നും നടക്കൂല. കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹുവാണ്. യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. കലിമന്റെ മെഹനത്താണ്, കലിമന്റെ പരിശ്രമമാണത്, കലിമന്റെ അമലാണത്. എന്നോട് ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട് മൂലയിൽ ഇബാദത്ത് ചെയ്ത ആൾക്കാർ ഔലിയെന്ന് വിളിക്കും. അല്ലാഹ് ആൾക്കാർ പൊക്കിക്കൊണ്ടുപോകും. പക്ഷെ നബിതങ്ങളുടെ സഹാസത്തിൽ നിങ്ങൾ അതുവരെ ഔലിയായിരുന്നു, അല്ലമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു, സ്നേഹിക്കുന്ന ആളായിരുന്നു. എപ്പോഴാ തെറ്റിയത്? യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, വിജയിക്കുന്നു പറഞ്ഞു. അപ്പോൾ പ്രശ്നമായി. നബിതങ്ങളുടെ സഹാസങ്ങൾ ജബൽ അബീ ഖുബൈസ് അതിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നു. മക്കനോട് ചേർന്നിട്ടുള്ള കൊട്ടാരമുള്ള ആ സ്ഥലമാണ് ജബൽ അബീ ഖുബൈസിനൊക്കെ മുകളിൽ കയറുന്നിട്ട് നബിതങ്ങളുടെ സഹാസങ്ങൾ ബനു ഹാശിമും ബനു അബ്ദു മനാഫ് എല്ലാവരും വിളിച്ചുകൂട്ടി, ശബ്ദം ഉണ്ടാക്കി എല്ലാവരും വിളിച്ചു. എല്ലാവരും വന്നു. നബിതങ്ങളുടെ സഹാസം ചോദിച്ചു, ഈ മലയ്ക്ക് പിന്നിൽ നിന്ന് ഒരു സൈന്യം വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തീർച്ചയായും വിശ്വസിക്കുമെന്ന് പറഞ്ഞു. നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ്യതയെ ഉറപ്പിച്ചതിന് ശേഷം നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്
ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഏ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ചെയ്യുന്നു. പറയാൻ തന്നെ ഈ പറച്ചിലല്ല, അതിന്റെ വിശ്വാസം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പോഴാ അബൂ ലഹബ് പറഞ്ഞത് തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന, ഇതിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂട്ടിയത്. അവൻ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം അബ്രഹത്ത് ചിന്തിച്ചതുപോലെ ആ സമയം കഅബാലയത്തിന്റെ പരിപാലനം അബൂ ലഹബിന്റെ കയ്യിലായിരുന്നു. ഇഷ്ടം പോലെ കാണിക്കപ്പെടും, സമ്പത്ത് വരും. വലിയ വലിയ മൂപ്പന്മാർക്ക് വലിയ വലിയ ലാത്തനി ഉസ്സനി പരിചയപ്പെടുത്തി കൊടുക്കും, വലിയ സമ്പത്ത് വാങ്ങും. ചെറിയ ചെറിയ ആൾക്കാർ വന്നാൽ ചെറിയ ചെറിയ വിലാവുകളെ കാണിച്ചു കൊടുക്കും. അങ്ങനെ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബൂ ലഹബിന്റെ ഊഴമായിരുന്നു അത്. അതുകൊണ്ട് അബൂ ലഹബിന് അറിയാം, ഇതെങ്ങാനും അംഗീകരിച്ചാൽ എന്റെ വരുമാനം കിട്ടുമെന്ന്. അതുകൊണ്ട് അബൂ ലഹബ് പ്രശ്നം ഉണ്ടാക്കി. എപ്പോഴും ഭൗതികമായ വസ്തുക്കളോടുള്ള ആഗ്രഹമാണ് മനുഷ്യൻ ദഅവത്തിൽ നിന്ന് തടയപ്പെടുക. ദഅവത്തിന്റെ ശത്രുവായ എപ്പോഴാണ് മനുഷ്യന് ദുനിയാവിനോടുള്ള കൊതിയും ആർത്തും ഉണ്ടാവുമ്പോൾ. എന്റെ നിലനിൽപ്പ് പ്രശ്നമാണെങ്കിൽ ദഅവത്തിനെ ആളുകൾ എതിർക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, കെലിമന്റെ ദഅവത്തിന്റെ ജോലി ചെയ്യണം. മുഴുവൻ മനുഷ്യരോടും അള്ളാഹിനെ പറ്റി പറയണം, അള്ളാഹുവാണ് നടത്തുന്നത് പറയണം. മുഴുവൻ മനുഷ്യന്മാരെ തന്നെ നിങ്ങൾ ഏതോ വേറെ ആളെന്ന് വിചാരിക്കണ്ട. ഭാര്യനോട് പറയണം, മക്കളോട് പറയണം, ജ്യേഷ്ഠനോട് പറയണം, അഞ്ചനോട് പറയണം, ഇവരോടൊക്കെ പറയണം. ഇവരൊക്കെ വിശ്വാസം ഹൃദയംഗമായി രൂഢമൂലമാവണം. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, അതിനുവേണ്ടി സമ്പത്തും ശരീരവും ചെലവാക്കണം. അതിന്റെ വഴിയിൽ യാത്ര ചെയ്യണം. ഗലികളും കമ്പോളങ്ങളും നാടുകളും മലകളും കയറിയിറങ്ങണം. അള്ളാഹിനെ പറ്റി പറയണം. കുടിലും കൊട്ടാരത്തിലും പോയിട്ട് അപ്പം ഈമാൻ ഹൃദയത്തിൽ ഉറക്കും. അള്ളാഹുവാണ് എന്റെ സംരക്ഷകൻ എത്തിയിട്ടുണ്ടാവും. അല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ 100 ലായിലായില്ലെന്ന് ചൊല്ലി അലുവ കഷ്ണം തിന്ന് തേങ്ങാപ്പൂണും തിന്ന് ജീവിച്ചാൽ രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട സഹോദരന്മാരെ. അതിന് പണിയെടുക്കണം. അതിന്റെ പിന്നെ സമ്പത്ത് ശേഖരം ചെലവാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് സഹാബാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തും പോയത്. ഇതിനു വേണ്ടിയിട്ടാണ് ഔലിയാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തും പോയത്. തങ്ങന്മാർ ഇവിടെ വന്നത് സമ്പാദിക്കാൻ വന്നതല്ല. അമ്പറത്തങ്ങളും ബാക്കിയുള്ള തങ്ങന്മാരൊക്കെ ഇതേപോലെ ഓരോരുത്തരും മാലിക് ബിൻ ദീനാർ സംഘം വന്ന് സമ്പാദിക്കാൻ വന്നതല്ല. ഈ കെളിമ ഈ മനുഷ്യരുടെ ഉള്ളകങ്ങളിൽ ചൂടുപിടിപ്പിച്ച് അള്ളാഹുവിന്റെ വിശ്വാസം യാഥാർത്ഥ്യമാക്കി വസ്തുക്കളിൽ നിന്ന് മാറ്റി ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദർബാറിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരും അവന്റെ ദർബാറിലേക്ക് കൈനീട്ടുന്നവരുമായ ആളുകൾ മാറണം. ഇതിനു വേണ്ടിയിട്ടായിരുന്നു അവർ അധ്വാനിച്ചിരുന്നത്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, അദ്ദേഹം ചിശ്തികാരനാണ്. പിന്നെ അജ്മീരിൽ വന്ന് താമസിച്ചതാണ് ഖാജാ മുഈനുദ്ദീൻ. അദ്ദേഹം ഇന്ത്യക്കാരനല്ല. അദ്ദേഹത്തിന്റെ ഫളായിൽ അദ്ദേഹത്തിനെ കുറിച്ച് പാടുന്നവർ പാടാറുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നവർ. ഇവിടെ നാട് കാണാൻ ഇംഗ്ലീഷുകാരനും സായിപ്പനൊക്കെ ഹാഫ് ഡൗസർ ഇട്ടിട്ട് ഇങ്ങനെ നടക്കണമായിരുന്നു. ഇത് ചെയ്ത് നടന്നതല്ല. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കെലിമ മനുഷ്യരാശിയുടെ ഹൃദയങ്ങളിൽ നട്ടുപിടിപ്പിച്ച് ഇലാഹിയായ പ്രകാശം മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടായി അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് വാങ്ങുന്നവരായി മാറണം. അതിനുവേണ്ടി 25 ആണ്ട് 25 കൊല്ലം മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചുറ്റി നടന്നിട്ടുണ്ട്. ഈ ചുറ്റി നടക്കലൊക്കെ ഏതോ പുതിയത് വന്നതാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് സമ്പത്ത് ശരീരം ചെലവാക്കി തിരക്കിൻ്റെ ഇടയിൽ സമയം ഒഴിവാക്കി ഇറങ്ങി. ഇല്ലെങ്കിൽ സഹോദര ആഖിറത്തിലെത്തും കുടുങ്ങും. ദിന്യങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹു നൽകിയ കഴിവ് യോഗ്യതകളും അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴി ചെലവാക്കി അവന്റെ തൃപ്തി സ്വന്തമാക്കി അവന്റെ ദീൻ ലോകത്തെ ആമാക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതെല്ലാം ചെലവാക്കി ആ വഴിയിലായി മരിക്കൽ വർഷം നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.